ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നതിന് വേണ്ടി. അതൊന്ന് പൊളിച്ച് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന 4 മണി പലഹാരമായ ഉള്ളിവടയാണ്. നമ്മൾ ഈ ഉള്ളിവടയ്ക്ക് ഉള്ളി പൊളിക്കുമ്പോൾ നമ്മൾ ഈ നടുക്കലത്തെ ഈ കാമ്പ് എടുത്ത് കളയണം. നമുക്ക് കനം കുറച്ച് ഉള്ളിവടയ്ക്ക് അരിയാം. എരിവിനനുസരിച്ച് മുളക് അരിഞ്ഞിടുക. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇടുന്നത്. നിറത്തിനല്പം മുളക് പൊടി, അല്പം പെരിഞ്ചീരകം, ഉപ്പ് പരുവത്തിന്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ചേർത്തിളക്കാം. നല്ലവണ്ണം ഞെരടി ചേർക്കണം. ഏകദേശം ഒരു 2 മിനിറ്റോളം നല്ലപോലെ ഞെരടി ചേർക്കണം. അതിൻ്റെ ഉള്ളി ഒന്ന് മയം വരുന്നത് വരെ ഞെരടി ചെയ്ത് റെഡിയാക്കണം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വയ്ക്കണം. 1 കപ്പ് മൈദ ഇതിൽ ചേർക്കാം. അത് നല്ലപോലെ കൂട്ടി ഇളക്കണം. ഇനി അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മയം വരുത്താം. അല്പം സോഡാപ്പൊടി ചേർക്കാം. ഈ ഒരു പരുവത്തിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. മാവ് നല്ലവണ്ണം പുളിച്ച് റെഡിയായിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് അല്പം ഗരം മസാലയോട് ചേർക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് വേണ്ടാന്നും വയ്ക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കണം. കൈ മുക്കാനുള്ള വെള്ളവും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിവട നമ്മൾ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് വേണം ഫ്ലെയിം ഇടാൻ. ഉള്ളിവട നല്ല ചുമന്ന കളറിൽ കിട്ടണമെങ്കിൽ കടകളിൽ ചേർക്കുന്ന പോലെ ഈ കളർ ചേർക്കണം. നമ്മളായതുകൊണ്ട് കളറൊന്നും ചേർത്തിട്ടില്ല, നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ചുമപ്പ് വരത്തില്ല, ഒരു മഞ്ഞ കളർ അതേ വരുള്ളൂ. കെമിക്കലൊന്നും ചേർക്കാതെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിവട മൂത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കളറിനാണ് എടുക്കുന്നത്. കണ്ടില്ലേ, കടയിലെ കളറില്ലാത്തത് മായം ചേർക്കാത്തതുകൊണ്ടാണ്, നമ്മൾ നാച്ചുറലായിട്ട് എടുത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മൂത്ത് ഇത് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ച് മായമൊന്നുമില്ലാതെ നാച്ചുറൽ സാധനം കൊണ്ട് തന്നെ ഓരോ വിഭവങ്ങളും എടുക്കാൻ ശ്രദ്ധിക്കുക. ബേസിക് കടകളിലെ ഹോട്ടൽ ഭക്ഷണങ്ങളും കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒരു അരമണിക്കൂറത്തെ മെനക്കേടേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളും എല്ലാം നമുക്ക് സ്വന്തമായിട്ട് തന്നെ മായമില്ലാതെ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിവടയും ഉഴുന്നുവടയൊക്കെ കഴിവതും നമ്മൾ എടുക്കുമ്പം മാവ് കഴിവതും പുളിക്കാൻ ശ്രമിക്കണം. നല്ലവണ്ണം പുളിച്ചെങ്കിൽ മാത്രമേ കടയിലെ ടേസ്റ്റും ആ സോഫ്റ്റ്നെസ്സും നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സൊന്നും വരത്തില്ല. നല്ലവണ്ണം പുളിക്കണം. അടുത്ത ട്രിപ്പ് ഉള്ളിവടയും മൂത്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ അതിങ്ങോട്ട് കോരിയെടുക്കാം. നമ്മുടെ അടിപൊളി ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ 4 മണി പലഹാരങ്ങൾ എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.